നഷ്ടം ജനങ്ങളെ എടുക്കുക എന്ന് പറയുന്നത് ശ്രീ വി കെ വിജയകുമാറിനൊരു കൗണ്ടർ ആർഗ്യുമെന്റ് ഉണ്ട്. ശ്രീ വി കെ വിജയകുമാർ. എനിക്കുണ്ട് MBAയുടെ കാര്യത്തിൽ. തോമസ് ഐസക്, താങ്കൾ പറഞ്ഞ 6.7 ലക്ഷം കോടി രൂപയുടെ നിഷ്ക്രിയ ആസ്തി എന്ന് പറഞ്ഞതും റീസ്ട്രക്ചേർഡ് അസറ്റ്സ് പറഞ്ഞ കണക്കുകൾ ശരിയാണ്, ഞാൻ കണക്കിന് നിഷേധിക്കുന്നില്ല. പക്ഷേ പ്രധാനമായിട്ടൊരു കാര്യം ഓർക്കേണ്ടത്, നമുക്ക് ഈ വലിയ നിഷ്ക്രിയ ആസ്തികൾ വന്നത് 40 മുതൽ 50 അക്കൗണ്ടുകളിലാണ്, 40 to 50. അത് പ്രധാനമായിട്ടും 4 മേഖലകളിലാണ്. 1 സ്റ്റീല്, 2 മൈനിങ്, 3 കൺസ്ട്രക്ഷൻ, 4 പവർ. ഈ 4 മേഖലകളിലാണ് ഈ നിഷ്ക്രിയ ആസ്തികൾ വർദ്ധിച്ചത്. അതിൻ്റെ സ്റ്റീലിൽ പ്രധാനമായിട്ടുള്ള കാരണം ചൈനയിൽ വളരെ ഹ്യൂജ് കപ്പാസിറ്റി ക്രിയേറ്റ് ചെയ്ത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനേക്കാളും താഴെ അവർ ലോക മാർക്കറ്റിൽ ഡംപ് ചെയ്ത്, ഇത് താങ്കൾക്ക് അറിയാവുന്ന കാര്യമാണ്. അത് ഗ്ലോബലി സ്റ്റീൽ പ്രൈസസിനെ ബാധിച്ചു, അത് ഇന്ത്യയിലത്തെ സ്റ്റീൽ കമ്പനികളെയും ബാധിച്ചു. പവറിനെ സംബന്ധിച്ചിടത്തോളം തെർമൽ പവർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇന്തോനേഷ്യയിൽ നിന്നൊക്കെ തന്നെ നമ്മൾ കൽക്കരി ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇതേവരെ ഇല്ലാത്ത രീതിയിലാണ് പുതുതായിട്ട് എക്സ്പോർട്ടിന് മുകളിൽ ടാക്സ് കൊടുക്കുന്നത്. അപ്പോൾ അത് പവർ പർച്ചേസ് എഗ്രിമെൻറ്റിൽ ഉണ്ടായിരുന്നില്ല. അത് കാരണം ഈ പവർ പ്രൊഡ്യൂസേഴ്സിന് പ്രോബ്ലംസ് ഉണ്ടായി. മൈനിങ്ങിനെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതിൻ്റെ ഓർഡർ ഉണ്ടായി. ആ മൈനിങ് പ്രോബ്ലം ഉണ്ടായത് രണ്ടാം UPA സർക്കാരിൻ്റെ കാലത്തുണ്ടായിട്ടുള്ള കോൾ സ്കാമിലാണെന്നുള്ളത് ഓർക്കണം. ഇപ്പോൾ താങ്കൾ പറഞ്ഞത് ശരിയാണ്. കഴിഞ്ഞ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യൻ്റെയൊക്കെ തന്നെ 3rd ക്വാർട്ടറിലൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ള പ്രൊവിഷനിങ് വർദ്ധിച്ചു. എന്തുകൊണ്ട് പ്രൊവിഷനിങ് വർദ്ധിച്ചു? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രൊവിഷനിങ് നോംസ് മാറ്റി. പുതുതായിട്ട് AQR വന്നല്ലോ, അസറ്റ് ക്വാളിറ്റി റിവ്യൂ. ആ അസറ്റ് ക്വാളിറ്റി റിവ്യൂവിൽ പ്രൊവിഷനിങ് നോംസ് മാറ്റി. അതുകൊണ്ട് പഴയ ലോണിന് കൂടുതൽ പ്രൊവിഷനിങ് വേണ്ടി വന്നു. അല്ലാണ്ട് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള 1 കൊല്ലം കൊണ്ട് ഉണ്ടായിട്ടുള്ളതോ ഡിമോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ടതോ അല്ലാതെ അത് വളരെ രാഷ്ട്രീയമായി. ഐ എം നോട്ട് എ സ്പോക്സ് പേഴ്സൺ ഓഫ് ദ BJP. പറയുന്നു മാത്രം. ശരി. അപ്പോൾ ഏതായാലും ഒരു കാര്യം സർവ്വസമ്മതമാണ്. പത്മകുമാർ പറഞ്ഞ പോലെയല്ല, ഈ കോർപ്പറേറ്റുകളാണ് നിഷ്ക്രിയ ആസ്തികളുടെ സിംഹം. ഈ കോർപ്പറേറ്റുകൾക്ക് എങ്ങനെയാണ് വിജയകുമാർ നമ്മൾ ഈ ലോങ് ടേം ഇൻഫ്രാസ്ട്രക്ചറിന് നമ്മളെ കമേഴ്ഷ്യൽ ബാങ്കുകൾ ഈ രീതിയിൽ കമ്മിറ്റ് ചെയ്യുന്നത്? 20 വർഷത്തേക്ക് അല്ലെങ്കിൽ 15 വർഷത്തേക്ക് അങ്ങനെയാണോ? ഷോർട്ട് ടൈം പോറോ ചെയ്തിട്ട് ലോങ് ടൈം ലെൻഡ് ചെയ്യാൻ പറ്റും? ഇത് സർക്കാരിൻ്റെ ഇങ്ങനത്തെ നയത്തിൻ്റെ ഫലമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കി അതുവഴി കൊടുക്കാം. അങ്ങനെയല്ല. കമേഴ്ഷ്യൽ ബാങ്ക്സ് ആ കമേഴ്ഷ്യൽ ബാങ്കിങ് തത്വത്തിനെതിരായിട്ട് ഈ ലോങ് ടൈം ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഒരു കാര്യം കൂടി അവിടെ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് NBAയുടെ കാര്യത്തിൽ ഞാനൊന്ന് പറയട്ടെ. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി, കേരളത്തില് നിങ്ങളുടെ ഞാൻ എന്ന് വെച്ചാൽ LDFന്റെ എന്ന് പറഞ്ഞല്ല, ഗവൺമെന്റിന്റെ ഈ അഡ്വോക്കസിസം ഉണ്ടല്ലോ, പോളിസിയുടെ സർട്ടനിറ്റി ഇല്ലാത്തതിന്റെ പേരിൽ NBA കണക്ക് ഞാൻ പറയാം. 2 സ്റ്റാർ ബാറുകളെ നിങ്ങൾ സ്റ്റാൻഡർഡൈസ് ചെയ്ത് 4 ആക്കിയാൽ ഞങ്ങൾ ലൈസൻസ് തരാമെന്ന് പറഞ്ഞിട്ട് എത്രയോ ഈ ബാർ ഉടമകൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതിന് ശേഷം സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ നോക്കി. പകുതിയായപ്പോൾ നിങ്ങളുടെ പോളിസി മാറ്റിയപ്പം അത് ബിസിനസ് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, തിരിച്ചടവും വരുന്നില്ല. അത് ഇപ്പോൾ എന്താ അവസ്ഥ? MB ആയിട്ടുണ്ട്. അതിന് ഉത്തരവാദിത്വം ഗവൺമെന്റുകളുടെ, അതാത് തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റുകളുടെ പോളിസിയുടെ സർട്ടനിറ്റി ഇല്ലാത്തത് കൊണ്ട് വന്നിട്ടുണ്ട്. ശരി. അപ്പൊ ഗവൺമെന്റിന്റെ പോളിസിയുടെ തെറ്റുകൊണ്ട് അൺസർട്ടനിറ്റി കൊണ്ട് വന്നു. ആയിക്കോട്ടെ, അങ്ങനെയും വരാമെന്നല്ലോ. അപ്പൊ പിന്നെ ഇതിന്റെ നഷ്ടം സഹിക്കേണ്ട ആരാ? അതിനെ റീക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടി സർക്കാർ പണം കൊടുക്കണം. ആ റീക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടി പണം കൊടുക്കുന്നതിന് പകരം ജനങ്ങളെ പിഴിഞ്ഞ് പണം ഉണ്ടാക്കാൻ നോക്കിയാ അത് ശരിയല്ലെന്നുള്ളതാണ്. അങ്ങനെ ചെയ്താൽ എന്തുണ്ടാവും? വിജയകുമാർ, ഐ ആം ടെലിംഗ് യു സിമ്പിൾ തിങ്. എന്തുകൊണ്ടാണ് കഴിഞ്ഞ മാസാദ്യം വീണ്ടും ക്യാഷ് ക്രഞ്ച് വന്നത്? ഇനിയിപ്പം പുതിയ മാസാദ്യം വരുന്നു. ഇത്രയേറെ ഫീസ് കൊടുക്കേണ്ടി വരും, ഫൈൻ കൊടുക്കേണ്ടി വരും എന്ന് വന്നു കഴിഞ്ഞാൽ യു ഹോൾഡ് ഓൺ ടു ക്യാഷ്, യു ഹോൾഡ് ക്യാഷ്. അതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ സംക്രമണ വേഗത കുറയും ക്യാഷിൻ്റെത്. ഇതിൻ്റെ ഫലമായിട്ട് സർക്കാർ കൂടുതൽ നോട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. റീമോണിറ്റൈസേഷൻ പൂർത്തിയായിട്ടില്ലെങ്കിലും തിരിച്ചു പോയല്ലോ റീമോണിറ്റൈസേഷൻ നടക്കുന്നത്. എന്നിട്ടും ക്യാഷ് ക്രഞ്ച് ഇങ്ങനെ വരാൻ കാരണം ഇങ്ങനെയുള്ള നടപടികൾ എടുക്കുമ്പോൾ അതിന് വേറെ മാക്രോ എക്കണോമിക് സൈഡ് എഫക്റ്റ് ഉണ്ട്. ആളുകൾ പണം ചെലവാക്കുന്നില്ല, ക്യാഷ് ക്രഞ്ച് വരുന്നു. ഇതിൻ്റെ ഫലമായിട്ട് കച്ചവടത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു, മാക്രോ എക്കണോമിക് ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. ഇത് ടോട്ടലായിട്ട് ഇന്നത്തെ ഒരു
ഇന്നത്തെ സിസ്റ്റത്തെ ഒരു മാക്രോ പിക്ചർ കണ്ടിട്ട് വേണ്ട ഇങ്ങനെയുള്ള നടപടികൾ. ശരി, ഒരു കാര്യം കൂടി എനിക്ക് പ്രസാദിലൂടെ പോകണം. അതിന് മുമ്പ് സാർ ഒരു കാര്യം കൂടി, ഈ സഹകരണ മേഖലയുടെ കാര്യം ഇന്ന് അങ്ങ് ഊന്നി പറയുകയുണ്ടായി. ആ മേഖലയിലെ ബാങ്കിംഗ് സംവിധാനത്തെ ബലപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ സംഭവങ്ങളെല്ലാം അനുഭവ പാഠം എന്ന നിലയിൽ നമുക്ക് നൽകുന്നത് എന്ന്. പക്ഷേ ശ്രീ ജെ ആർ പത്മകുമാർ പറയുന്നത് അവിടെയുമുണ്ട് ഇത്തരം പിരിവുകളെന്നാണ്. സത്യമാണോ? പിരിവല്ല. ഈ ഞാൻ പറഞ്ഞ 2 സ്ഥാപനങ്ങൾ LDFുമായി ബന്ധമുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ദിനേശ് പീഡി എത്ര രൂപ ഈ സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്ന് എടുത്തിട്ടുള്ള പൈസ, സഹകരണ ബാങ്കിൽ എടുത്തിട്ടുള്ളത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ കിടക്കുന്നത് ആരാ കൊടുക്കുന്നത്? റെപ്കോ. എത്ര കോടി രൂപയുണ്ട്? 400-500 കോടി രൂപയില്ലേ? ഇതെല്ലാം പത്മകുമാറെ, ഞാൻ ഈ ദിനേശ് പി ഡി കോപ്പറേറ്റീവിനെ കുറിച്ച് ഒരു പുസ്തകം കോർണൽ സർവകലാശാല പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഞാൻ പറയണ്, കേരളത്തിൽ ഏറ്റവും കുറവ് വായ്പ എടുക്കുന്ന സ്ഥാപനം ഇതാണ്, സ്വന്തം പണം കൊണ്ട് നടത്തുന്നത്. എന്ത് വെറുതെ സഹകരണമെന്ന് കേട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഹാലി ഇളകാൻ തുടങ്ങിയാലോ? പറഞ്ഞിട്ടുള്ളതുകൊണ്ട് പറയാം. പരിയാരം മെഡിക്കൽ കോളേജ് എങ്ങനെയുണ്ട്? ഈ സഹകരണത്തോടും ജനങ്ങളുടെ മുൻകയോടും ഇത്തരത്തിലുള്ള പ്രിജുഡിസ് പാടില്ല. ഷെയർ ഉണ്ട്, അതേ ജനങ്ങൾ ഷെയർ എടുത്ത് നടത്തുന്നതാണത്. അതാണ് എൻ്റെ പ്രത്യാസം. ഇങ്ങനെ കേരള സഹകരണ ബാങ്ക് ഉണ്ടാക്കുമ്പോൾ ഈ സർവീസ് ഫീസ്, ഈ ഇങ്ങനെയുള്ള സർവീസുകൾ ഫ്രീ ആയിട്ട് നൽകുന്ന ഒരു ബാങ്കായിട്ട് തന്നെ നിലനിർത്തണം എന്നാണ് എന്റെ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞത്. ഞാൻ ഒരു പ്രതിരോധമായിട്ട് ഒരൊറ്റ ചോദ്യം കൂടി ഞാൻ ചോദിക്കട്ടെ. ഈ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഈ 2005 ബാങ്കുകൾക്ക് ഒരു ഓട്ടോണമി ഇത് കൊടുത്തിട്ടുണ്ട്. അന്ന് ഒന്നാം UPA ഗവൺമെന്റിൽ LDFന്റെ സപ്പോർട്ടുള്ള സമയത്താണ് 2005. അതിൽ അവർക്ക് കൊടുത്തിട്ടുള്ള സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ടുള്ളത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇൻട്രസ്റ്റ് അവർക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും മാറ്റാം. 2, സർവീസ് ചാർജ് കൊടുക്കുക ഏത് രീതിയിൽ വേണമെങ്കിലും നിശ്ചയിക്കാം റിസർവ് ബാങ്കുമായി ബന്ധപ്പെട്ട്. ഇത് 2005 സംഭവിച്ചത്. അതിന്റെ തുടർച്ചയാണ് ഇപ്പൊ സംഭവിക്കുന്നത്. നിങ്ങൾ വളരെ ശക്തിമത്തായിട്ട് അത് തുടർന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അവരുടെ ഓട്ടോണമിയാണ് അതിന്റെ അനന്തര ഫലമാണ് നമ്മള് ഇവിടെ ഈ എത്ര ഓട്ടോണമി റിസർവ് ബാങ്കിന് കൊടുത്തു എന്ന് നമ്മൾ കണ്ടല്ലോ. എന്ന് ഈ നോട്ട് റദ്ദാക്കുന്നത് റിസർവ് ബാങ്കിന്റെ കമ്മിറ്റി എന്നാ അറിഞ്ഞത്, എത്താ തീരുമാനിച്ചത്? ഓ, ഭയങ്കര ഓട്ടോണമി. ശരി, 2 കാര്യങ്ങൾ കൂടിയുണ്ട് മിനിസ്റ്റർ. 2 കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, ഇപ്പൊ അങ്ങ് പറയുകയുണ്ടായി നമ്മുടെ സഹകരണ മേഖല എന്ന് പറയുന്നത് രാജ്യത്തിന് മാതൃക തന്നെയാണ്. അത്രമാത്രം ജനകീയ മുൻകൈയിലാണത് നടപ്പാക്കുന്നത്. ഏറ്റവും വലിയ നിക്ഷേപവും ഏറ്റവും വലിയ വായ്പ നൽകാനുമൊക്കെ നമുക്ക് കഴിയുന്നത് ആ മേഖലയിൽ നിന്നാണ് എന്ന്. അങ്ങനെയെങ്കിൽ ഇന്നിപ്പോൾ കേരളമെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണല്ലോ ഇത്. കേരളം മാത്രമാണ് ഈ വിഷയത്തിൽ ശക്തമായി പ്രതിഷേധിക്കുകയെങ്കിലും ചെയ്തതും ഈ സർക്കുലർ ഇങ്ങനെയെങ്കിലും ഭാഗികമായി തിരുത്തുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ അപ്പോഴും അടിച്ചേൽപ്പിക്കപ്പെടുന്ന വലിയ വലിയ ശിക്ഷാ നടപടികൾ നമുക്ക് മേലുണ്ട്. ഈ SBT ലയിക്കപ്പെട്ടതിലൂടെയാണ് ഓരോരുത്തർക്കും ഇതിൻ്റെ ഭാരം അനുഭവിക്കേണ്ടി വരുന്നത്. കേരളത്തിന് ഈ രംഗത്തും സഹകരണ മേഖലയിൽ കാട്ടിയതുപോലൊരു പ്രതിരോധം കാട്ടാൻ കഴിയുമെന്നാണല്ലോ താങ്കൾ പറയുന്ന ഈ കേരള ബാങ്കിലൂടെ അവകാശപ്പെടുന്നത്. അതിൻ്റെ ഒരു റോഡ് മാപ്പ് എന്താണ്? എന്നത്തേക്കത് വളരെ സക്രിയമാകും? അങ്ങനെ എങ്ങനെയാണ് ദേശത്തിന് തന്നെ മാതൃകയാകുന്ന ഒരു പ്രതിരോധ ബാങ്കിംഗ് സമ്പ്രദായം കേരളം സംഭാവന ചെയ്യുക? ഒരു റിസർവ് ബാങ്കിന്റെ മാനദണ്ഡങ്ങൾ പൂർണ്ണമായിട്ട് പാലിക്കുന്ന ഒരു ബാങ്കായിട്ടായിരിക്കും കേരള സഹകരണ ബാങ്ക് പ്രവർത്തിക്കുക. പക്ഷേ അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഇപ്പോൾ പറഞ്ഞൊരു ഓട്ടോണമി ഉണ്ടെന്ന് പറഞ്ഞല്ലോ പത്മകുമാർ, നിങ്ങൾക്ക് ചാർജ് കൂട്ടാതിരിക്കാം. ഇങ്ങനെയുള്ള ചാർജുകൾ പരമാവധി കുറച്ച് കൊണ്ടുവരികയും നമ്മുടെ പ്രാദേശികമായിട്ടുള്ള വികസന മുൻഗണനകൾ നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ബാങ്കാക്കി ഇതിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മുടെ നാടിന്റെ വികസനത്തിന് SBI ചെയ്ത അതേ കാര്യങ്ങളാണ് SBI ചെറിയ ചെറിയ ബാങ്കുകളെയൊക്കെ ഒന്നിച്ച് SBIയിലേക്ക് ലയിപ്പിച്ചതുപോലെ തന്നെ നിങ്ങൾ DCBI ഓരോ ജില്ലയിലും ഉണ്ടായിരുന്ന സ്വയം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ജില്ലാ ബാങ്കുകളെല്ലാം കൂടെ ചേർത്ത് കേരള ബാങ്കാക്കി, ഒറ്റ ബാങ്കാക്കി. ഇത് തന്നെയല്ലേ അവിടെ നടക്കുന്നത്. ആ നയം തെറ്റ്, ശരിയെന്ന് പറയുകയും ചെയ്യും. ഈ BJP പോലുള്ള കേന്ദ്ര സർക്കാരുകൾ ഈ സഹകരണ പ്രസ്ഥാനത്തെ ആകെ തകർക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ
പിടിച്ചു നിൽക്കണമെങ്കിൽ ഇതിങ്ങനെ സംയോജിച്ച് നിന്നാൽ മാത്രമേ പറ്റൂ എന്നാണ് ഞങ്ങൾ നിയോഗിച്ച കമ്മിറ്റി അഭിപ്രായപ്പെട്ടത്. അത് ശരിയായിരിക്കും. 29 സംസ്ഥാനങ്ങളിൽ എത്ര ശ്രമിച്ചാലുണ്ടല്ലോ ഞങ്ങൾ ഈ സഹകരണ പ്രസ്ഥാനത്തെ സംരക്ഷിക്കും. ഒരു സംശയം അതിന്ന് ഞങ്ങൾ കേരളത്തിലുള്ള ഒരു സ്വല്പം വ്യത്യസ്തതയുണ്ട്. ആ വ്യത്യസ്തത ഉയർത്താനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. വേറിട്ടൊരു രീതി, വേറൊരു ബദല് ആയിട്ടില്ല ആഗ്രഹിച്ചത്രയും. പക്ഷെ അതിനു വേണ്ടിയാണ് ഞങ്ങൾ പരിശ്രമിച്ചത്. ശരി, ശ്രീ തോമസ് ഐസക്, ഇവിടെ ഇന്ന് താങ്കൾ പറയുകയുണ്ടായി SBIയുടെ നടപടിയിൽ ഇടപെടാൻ സംസ്ഥാന സർക്കാരിന് പരിമിതിയുണ്ട്. മിനിസ്റ്റർ ചർച്ചയിൽ നിന്ന് ഇറങ്ങുകയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. ശ്രീ VK വിജയകുമാർ, താങ്കൾക്ക് പറയാം. ഒരു കാര്യം പറയട്ടെ, പൊതുവേ നമ്മൾക്ക് ഒരു ധാരണയുണ്ട് നമ്മൾ കാശ് കൊടുക്കാണ്ട് കിട്ടുന്ന സേവനങ്ങളൊക്കെ തന്നെ സൗജന്യമാണെന്നുള്ളത്. യഥാർത്ഥത്തിൽ അത് പ്രത്യക്ഷമായിട്ട് സൗജന്യം തോന്നുമെങ്കിലും കൂടി തന്നെ പരോക്ഷമായിട്ട് സൗജന്യമല്ല. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഈ ചാനൽ മാതൃഭൂമി ഈ പ്രോഗ്രാം ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നു. അതിന് മാതൃഭൂമി കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് ചാർജ് ഈടാക്കുന്നില്ല, അത് ഫ്രീ ആണ്. കേബിൾ പ്രൊവൈഡേഴ്സ്, സർവീസ് പ്രൊവൈഡേഴ്സ് മാത്രമാണ് കാശ് വാങ്ങുന്നത്. പക്ഷേ മാതൃഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഇൻകം എന്ന് പറയുന്നത് പരസ്യത്തിൽ നിന്ന് കിട്ടുന്ന ഇൻകമാണ്. അത് സിമെൻറ്റ് കമ്പനി ആവാം, ടയർ കമ്പനി ആവാം, ഷാംപൂ കമ്പനി ആവാം, സോപ്പ് കമ്പനി ആവാം. ഈ കമ്പനികൾക്കൊക്കെ തന്നെ അവരുടെ അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് അവരുടെ മൊത്തം ചെലവിൻ്റെ ഭാഗമാണ്, അവരുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഭാഗമാണ്. അതിൻ്റെ മുകളിൽ ഒരു മാർജിൻ വെച്ചിട്ടാണ് ഒരു വില ഈടാക്കിയിട്ട് കമ്പനികൾ ലാഭം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് അവസാനം കസ്റ്റമേഴ്സ് കൊടുക്കുന്നതാണ്. ഇറ്റ് ഈസ് നോട്ട് ഫ്രീ. അതുകൊണ്ടാണ് പൊതുവേ നമ്മൾ പറയാറുള്ളത് ഇക്കണോമിക്സിൽ ദർ ഈസ് നോ ഫ്രീ ലഞ്ച്. സർക്കാർ സ്കൂളിലെ വിദ്യാഭ്യാസം സൗജന്യമാണ്. പക്ഷേ അത് സൗജന്യമാണോ? അധ്യാപകർ സൗജന്യമായിട്ടാണോ പഠിപ്പിക്കുന്നത്? അല്ല, അവർക്ക് ശമ്പളം കൊടുക്കുന്നത് നമ്മുടെ അടുത്ത് നിന്ന് നികുതി വാങ്ങിയിട്ടാണ്. ഒരു ഗുളിക പനി വന്നിട്ട് ഒരു കാൽപോള് വാങ്ങി കഴിക്കാൻ തന്നെ അതിന് പോലും നികുതിയുണ്ട്. അതുകൊണ്ട് ഇതൊന്നും സൗജന്യമല്ല. We are paying for that. ശരി, ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ VK പ്രസാദ്, ഇവിടെ ഇതൊക്കെ ധനകാര്യ സ്ഥാപനങ്ങളാണ്. അതിൻ്റെ പ്രവർത്തനക്ഷമതയ്ക്ക് ആദായകരമായ നടപടികൾ വേണ്ടതുണ്ട്. പക്ഷേ ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ മുഴുവൻ പരിഹരിക്കാനുള്ള വഴികൾ ഇത്തരം സേവന നികുതികൾ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഫൈൻ ഈടാക്കൽ ഇതാണോ? അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പൊതുമേഖലാ ബാങ്കുകൾ, അതിനാണല്ലോ കുറെ കൂടെ സാമൂഹ്യ ഉത്തരവാദിത്വ നിർവഹണം എന്ന് പറയുന്ന ദൗത്യം കൂടെ ഉള്ളത്, അവരെന്തുകൊണ്ടാണ് സ്വകാര്യ ബാങ്കുകളെ പോലും അതിജയിപ്പിക്കുന്ന ഇത്തരം നടപടികളുമായി ഇപ്പോൾ രംഗത്ത് വരുന്നത്? ഇതിൽ 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, പൊതുമേഖലാ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം മൂലധനത്തിൻ്റെ കാര്യത്തിൽ ഗുരുതരമായൊരു പ്രശ്നമുണ്ട്. അതായത് ഈ 6.25 ലക്ഷം കോടി രൂപ NPA കുറിച്ച് പറയുന്നുണ്ടല്ലോ. സത്യത്തിൽ അതൊന്നും അല്ല സ്ഥിതി. അത് കിട്ടാക്കടങ്ങളിൽ തന്നെ ഏറ്റവും മോശമായ, അതായത് തിരിച്ചു കിട്ടാൻ സാധ്യതയില്ലാത്ത ഇനത്തിൽ വരുന്നത് മാത്രമാണ്. യഥാർത്ഥത്തിൽ ബാങ്കുകളിൽ ഏകദേശം 15 ലക്ഷം കോടി രൂപയോളം NPA ഉണ്ട് ഈ സബ്സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന ആ ഇത് മുതൽ തുടങ്ങിയാൽ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലം എന്താണെന്ന് വെച്ചാൽ ഓരോ കിട്ടാക്കടത്തിൻ്റെ പേരിലും, അതായത് തിരിച്ചു കിട്ടാൻ ഇടയില്ലാത്തതിനാണെങ്കിൽ അതിന് 100% വകയിരുത്തണം. സബ്സ്റ്റാൻഡേർഡ് അസറ്റ് ആദ്യത്തെ പടിയിലാണെങ്കിൽ 10% വകയിരുത്തണം. ചുരുക്കത്തിൽ ബാങ്കുകൾ അവരുടെ മൂലധനത്തിൽ വലിയൊരു പങ്കിതിലേക്ക് വകയിരുത്തേണ്ടി വരുന്നു. ഇത് ഇത്തരത്തിൽ കുടുങ്ങിപ്പോകുന്നത് കൊണ്ട് അവർക്ക് പുതിയ വായ്പ കൊടുക്കാൻ പറ്റുന്നില്ല. നിക്ഷേപങ്ങളുണ്ടെങ്കിലും വായ്പ കൊടുക്കുന്നതിന് പ്രശ്നങ്ങൾ വരുന്നു. കാരണം ഈ ആവശ്യത്തിന് മൂലധനമില്ല. ഇവിടെ ആലോചിച്ച് നോക്കുക, വാസ്തവത്തിൽ പരിഹാരം എന്താ? NPA തിരിച്ചു പിടിക്കുക. പക്ഷേ ശ്രീ VK പ്രസാദ്, 2 സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു SBIക്ക് അനുകൂലമായി ഈ പറയുന്ന നിക്ഷേപം വലിയ രൂപത്തിലേക്ക് അങ്ങോട്ടേക്ക് വരുന്നതിന്. ഒന്ന്, ഈ നോട്ട് നിരോധനമായിരുന്നു. വല്ലാത്ത നിയന്ത്രണങ്ങളാണ് വിഡ്രോവലുമായി ബന്ധപ്പെട്ടുണ്ടായത്. അപ്പോൾ അത്രയും പണം സമാഹരിക്കപ്പെട്ടു. 2, ഈ SBTകളുടെ ലയനത്തിലൂടെയും പണം സമാഹരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നെന്താണ് ഇത്ര വൈഷമ്യം? അവിടെയാണ് പ്രശ്നം. യഥാർത്ഥത്തിൽ ഇവിടെ നമ്മുടെ പത്മകുമാർ അടക്കമുള്ള ആളുകൾ വിശ്വസിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് അന്തർദേശീയ ബാങ്ക് ആകാൻ വേണ്ടി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിനെ അടക്കം ലയിപ്പിച്ചു എന്നാണ്. സത്യത്തിൽ അതല്ല. സത്യത്തിൽ ഇത് ഒരു നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മൂലധന പര്യാപ്തത വളരെയധികം മോശമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ താരതമ്യേന മെച്ചപ്പെട്ട മറ്റ് സബ്സിഡിയറി ബാങ്കുകളെയും കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് സ്വന്തം ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന ഒരു കുതന്ത്രമാണ് സ്റ്റേറ്റ് ബാങ്ക്. അങ്ങനെ ശ്രീ VK പ്രസാദ്, ഇല്ല, ഇതിന്റെ സാധ്യതകളെല്ലാം പരിശോധിച്ചതിന് ശേഷമായിരിക്കുമല്ലോ അവർ ഇത്തരം ഒരു കാര്യത്തിലേക്ക് പോകുന്നത്. ഇങ്ങനെ ഇപ്പോൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ SBI തന്നെ കരുതുകയാണ് ഇതിൻ്റെ ഈ ഫൈനാൻഷ്യൽ ഇൻ്റഗ്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഒരു എന്താ പറയേണ്ട ഒച്ചിഴയുന്ന വേഗത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പല SBTകളും ഇപ്പോൾ പ്രവർത്തനക്ഷമമല്ലാതിരിക്കുന്ന അവസ്ഥ വരികയാണ്. അങ്ങനെ വരുമ്പോൾ ആ ശാഖകൾ ബുദ്ധിമുട്ടിലാകുന്നു, അവയെ ഏറ്റെടുക്കുക വഴി SBIക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഇതൊക്കെ മുൻകൂട്ടി കാണാത്ത സാഹചര്യമാണോ? അല്ല,
അങ്ങ് ആദ്യം പറഞ്ഞു ഒരു കുതന്ത്രമായിരുന്നു അത്. പക്ഷേ ആ കുതന്ത്രം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം മുൻകൂട്ടി കാണാതെയായിരുന്നു. തീർച്ചയായിട്ടും ഇത് മുൻകൂട്ടി കാണാതെ അല്ല വേണു. ഇതിൽ വാസ്തവത്തിൽ സംഭവിക്കുന്നത് എന്തിനാണ് ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിനെ ഏറ്റെടുത്തത്? ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്ന് നിലനിൽപ്പിൻ്റെ പ്രശ്നം. ഇതിനു വേണ്ടി സർക്കാരും മറ്റും പ്രചരിപ്പിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ 50 ബാങ്കുകളിൽ ഒന്നാവും എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ഇതൊരു ഒളിമ്പിക്സ് മത്സരമൊന്നുമല്ലല്ലോ ഇവിടുത്തെ ഏറ്റവും വലിയ 50 ബാങ്കുകളിൽ ഒന്നാകാൻ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അടക്കമുള്ള രാജ്യത്തെ ബാങ്കുകളുടെ ചുമതല എന്താ? ഇവിടെ ആഭ്യന്തര മൂലധന നിക്ഷേപ സമാഹരണമാണ് ഈ നിക്ഷേപ സമാഹരണത്തിലൂടെ നടക്കുന്നത്. ഇവിടെ ബാങ്കുകളിൽ നിന്ന് ഇപ്പോൾ പത്മകുമാറൊക്കെ ഓർക്കേണ്ട ഒരു കാര്യം, ബാങ്കുകളിൽ നിന്ന് ATM വഴി ജനങ്ങൾ വാങ്ങിക്കുന്നത് ആരും അവർക്ക് സൗജന്യമായി കൊടുക്കുന്ന പണമല്ല, അവരുടെ നിക്ഷേപമാണ്.